വ്യക്തമായ കരാറില്ലാതെ ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ്. വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് സഹീർ ജബാറിനാണ് നിലപാട് ആവർത്തിച്ചത്. അധിനിവേശ വെസ്റ്റ് ബാങ്കും ജെറുസലേമും അൽ-അഖ്സ ഓപ്പറേഷന്റെ ഹൃദയഭാഗത്താണ്. തങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥ കരാറില്ലാതെ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി തടവുകാരെ ഒരിക്കലും കൈമാറില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചർച്ചകളിൽ ഗൗരവം കാണിക്കണം. കൂടാതെ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ മാറ്റുകയും വേണമെന്ന് സഹീർ വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തൽ, ഗസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക, യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക, ദുരിതാശ്വാസവും സഹായവും വർദ്ധിപ്പിക്കുക, പുനർനിർമ്മാണം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി കഴിഞ്ഞ ശനിയാഴ്ച ഹമാസ് ആവർത്തിച്ചിരുന്നു. കൂടാതെ ഇരു കക്ഷികളും തമ്മിൽ തടവുകാരെ കൈമാറാനുള്ള സന്നദ്ധതയും ആവർത്തിച്ചിരുന്നു. 100-ന് മുകളിൽ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് വിവരം. ബന്ദികളെ ഉടനടി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ടെൽ-അവീവും ജെറുസലേമുമെല്ലാം വലിയ പ്രകടനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. ബന്ദികളെ മോചിപ്പിക്കുക, പ്രധാനമന്ത്രി നെതന്യാഹു രാജിവെക്കുക, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഗസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടെ പശ്ചിമേഷ്യയെ വീണ്ടും അശാന്തമാക്കിക്കൊണ്ട് ഇറാനിലെ ഇസ്ഫഹാന് നേർക്ക് ഇസ്രായേൽ മിസൈൽ ആക്രമണമുണ്ടായി. ഇതേ തുടർന്ന് രാജ്യത്തിനുള്ളിൽ പല ഭാഗത്തേക്കുമുള്ള വിമാനയാത്ര നിർത്തിവച്ചു. ആക്രമണത്തെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ഇറാനെതിരായി പ്രത്യാക്രമണ നീക്കം പെട്ടെന്ന് വേണ്ടെന്ന നിലപാടിലാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇതിന്റെ സൂചനയെന്നോണം കഴിഞ്ഞ ദിവസം രാത്രി ചേരേണ്ട യുദ്ധകാര്യ മന്ത്രിസഭ അവസാന നിമിഷം നെതന്യാഹു ഇടപെട്ട് മാറ്റിവെച്ചിരുന്നു. നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തി പ്രത്യാക്രമണം നടത്താമെന്നതാണ് ഇസ്രായേലിന്റെ പിൻവാങ്ങലിന്റെ കാരണമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ മാസാവസാനം വരെ പ്രത്യാക്രമണത്തിന് സാധ്യതയില്ലെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും വ്യക്തമാക്കിയിരുന്നത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് പുതുതായി 10,000-കണക്കിന് മിസൈലുകൾ അമേരിക്ക കൈമാറിയതായും ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി ബെസാലെൽ സ്മോട്രിച്ച് ആഹ്വാനം ചെയ്തത്. തെഹ്റാനെ പിടിച്ചുലയ്ക്കുന്ന ആക്രമണം നടത്തണം. അങ്ങനെ ചെയ്താൽ നമ്മളോട് കളിക്കരുതെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കും. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നാണ് സ്മോട്രിച്ച് പറയുന്നത്. അതേസമയം ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നൽകുന്ന മുന്നറിയിപ്പ്. നമ്മുടെ സായുധ സേന എന്തിനും സജ്ജമാണെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചു. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അപ്രമാദിത്വം തകർന്നു എന്നും അദ്ദേഹം തെഹ്റാന് സമീപം നടന്ന വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ വ്യക്തമാക്കി. ചെങ്കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്ക് നാവികസേനാ കപ്പലുകൾ അകമ്പടി സേവിക്കുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും ഇറാൻ നാവികസേനാ കമാൻഡർ ഷെഹ്റാം ഇറാനി പ്രഖ്യാപിച്ചു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കും തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. ചെങ്കടലിൽ നാവിക ദൗത്യം ശക്തമാക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തീരുമാനം. ഇറാന്റെ ഡ്രോൺ, മിസൈൽ പദ്ധതികൾക്കും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനുമെതിരെയാണ് ഉപരോധം വ്യാപിപ്പിച്ചത്. ഇറാനെതിരെ സ്വീകരിച്ച നടപടികൾ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഔദ്യോഗികമായി ഇസ്രായേലിനെ അറിയിച്ചതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. G7 യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മകളുടെ ഉപരോധ പ്രഖ്യാപനവും ഉടനുണ്ടാകും.